തുടർച്ചയായ രണ്ടാം വർഷമാണ് വെടിയൊച്ചകളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും നിലവിളികളുടെയും നടുവിൽ ശ്വാസം അടക്കി പിടിച്ചുള്ള ഒരു ഈസ്റ്റർ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയും അടക്കം ചെയ്യുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവർ വിശ്വസിക്കുന്ന ഈ സ്ഥലത്തേക്കാൾ വിശുദ്ധമായ മറ്റൊരു സ്ഥലമില്ല. എന്നിട്ടും പെസഹ ദിനത്തിൽ രാവിലെ ചർച്ച് ഓഫ് ഹോളി സ്പിരിച്വലിന് പുറത്തെത്തിയത് ചെറിയ ജനക്കൂട്ടം മാത്രം. മൗനം തളം കെട്ടി നിന്ന പെസഹ. ലെ 6 ദിവസത്തെ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കുകയും 1980 ഏകപക്ഷീയമായി കൂട്ടിച്ചേർക്കുകയും ചെയ്ത കിഴക്കൻ ജെറുസലേമിലാണ് ഹോളി സ്പെൽച്ചർ ചർച്ച്. തലമുറകളായി ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിലും രാമല്ല, ബത്ലഹേം, തായ്ബേ തുടങ്ങിയ നഗരങ്ങളിലും താമസിക്കുന്ന 10,000-കണക്കിന് പലസ്തീനിലെ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും തദ്ദേശീയരുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ജെറുസലേമിന് പുറത്ത് താമസിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ ഏതൊരു പലസ്തീനിക്കും നഗരത്തിൽ പ്രവേശിക്കണമെങ്കിൽ സൈനിക അനുമതി നേടണം. വർഷങ്ങളായി പലസ്തീനിയൻ പ്രദേശങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്ററിനോടനുബന്ധിച്ച് ജെറുസലേം സന്ദർശിക്കാൻ പതിവായി പെർമിറ്റുകൾ അനുവദിച്ചിരുന്നു. എന്നാൽ 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഈ അനുമതി നേടിയെടുക്കുക വളരെ പ്രയാസമായി. ഇസ്രായേലിന്റെ ഈ ക്രൂരമായ നിയന്ത്രണം ഇല്ലാതാക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്. കണക്കുകൾ പ്രകാരം കിഴക്കൻ ജെറുസലേമിന് അപ്പുറത്തുള്ള വെസ്റ്റ് ബാങ്കിൽ 50,000-ഓളം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളത്. കൂടുതലും കത്തോലിക്കരും ഗ്രീക്ക് ഓർത്തഡോക്സുകാരും. ഇവരിൽ 6,000 പേർക്ക് മാത്രമാണ് ജെറുസലേം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്താൻ ഇസ്രായേൽ സൈന്യം അനുമതി നൽകിയത്. എന്നാൽ ക്രിസ്ത്യൻ നേതാക്കൾ പറയുന്നത് വെറും 4,000 പേർക്ക് മാത്രമേ അനുമതി ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. അപേക്ഷിച്ച ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് മാത്രമാകും ചിലപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ടാവുക. ഈ പെർമിറ്റുകൾക്ക് ഒരാഴ്ച മാത്രമേ സാധുതയുള്ളൂ. പലസ്തീൻ തീർത്ഥാടകരെ ജെറുസലേമിൽ ഒറ്റ രാത്രിയിലധികം തങ്ങാനും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നിരവധി സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം ഓരോ ദിവസവും പീഡാനുഭവ വാര പ്രാർത്ഥനകളുടെ ഭാഗമാകാൻ എത്തേണ്ടത്. ഓൾഡ് സിറ്റിയിൽ എത്തുന്ന പലർക്കും പോലീസിന്റെ ക്രൂരതകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 2023 ഏപ്രിലിൽ ഹോളി സ്പെൽച്ചർ ചർച്ചിൽ എത്താൻ ശ്രമിച്ച പലസ്തീനിയൻ ക്രിസ്ത്യാനികളെയും അന്താരാഷ്ട്ര തീർത്ഥാടകരെയും ഇസ്രായേലി പോലീസും സായുധ സേനയും മർദ്ദിച്ചിരുന്നു. ഭയപ്പാടോടെ അല്ലാതെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് ഇനി പലരും ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ജെറുസലേം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സബീൽ എന്ന ക്രിസ്ത്യൻ സംഘടനയുടെ പ്രതിനിധി ഒമർ ഹറമി പറയുന്നു. ഈസ്റ്റർ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ അടയാളപ്പെടുത്തുന്ന ഹോളി ഫയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് കഴിയാതെ പോയി. ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട 51,000-ലധികം പേരിൽ പലസ്തീനിയൻ ക്രിസ്ത്യാനികളുമുണ്ട്. ഓശാന ഞായറാഴ്ച ക്രൈസ്തവർ നടത്തുന്ന ഏക ആശുപത്രിക്ക് മേൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണവും ഉണ്ടായി. ഹോളി ഫാമിലി പള്ളിയിൽ 500-ഓളം ക്രിസ്ത്യാനികളാണ് അഭയം പ്രാപിച്ചത്. ലോകശാന്തിക്കായി യേശു കുരിശുമരണം വരിച്ച ജെറുസലേം ഇന്ന് ഏറ്റവും അപകടകരമായ സ്ഥലമാണ് എന്ന് പറഞ്ഞാലും തെറ്റാകില്ല.